ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. റെയിൽവേ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? OTR കംപ്ലീറ്റ് ചെയ്യുക, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പോൾ പലർക്കും ഇപ്പോഴും എങ്ങനെയാണ് OTR കംപ്ലീറ്റ് ചെയ്യാന്ന് അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്, OTR എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ OTR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമ്മളൊരു ആദ്യം ഫില്ല് ചെയ്യണം. അതായത് നമ്മൾ എന്താ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. റെയിൽവേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെയിൽവേന്റെ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മൾ PSC ഒക്കെ നമ്മൾ ചെയ്യില്ലേ, നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് PSC ക്ക് ഒരു അക്കൗണ്ട് ഇല്ലേ, അപ്പൊ അതുപോലെ നമ്മൾ റെയിൽവേക്കും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനെയാണ് നമ്മൾ OTR എന്ന് പറയാം, വൺ ടൈം രജിസ്ട്രേഷൻ. അതിന് നമ്മൾ ബേസിക് കാര്യങ്ങൾ, നമ്മുടെ നെയിം, അതുപോലെ നമ്മുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, മെയിൽ ID, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബേസിക് കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനാണ് നമ്മൾ OTR എന്ന് പറയാം, വൺ ടൈം രജിസ്ട്രേഷൻ. ക്ലിയർ? അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ rrbapply.gov.in, അതാണ് നമ്മുടെ സൈറ്റ്. എന്താണ്? rrbapply.gov.in. അപ്പൊ ഈ സൈറ്റിൽ കയറുമ്പോൾ നമുക്കിതാ ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് കിട്ടും. അപ്പൊ ഇതിൽ ഇവിടെ നോക്കിയാലോ, ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നോക്കിയാൽ നമുക്ക് ലോഗിൻ കാണാം, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കാണാം. അതായത് നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ ലോഗിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാം. അക്കൗണ്ട് ഇല്ലാത്ത, നമ്മൾ ആദ്യമായിട്ട് റെയിൽവേ എക്സാം എഴുതുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അപ്പൊ ഇവിടെ പറയും കാൻഡിഡേറ്റ് ഹു ഹാവ് എന്താ ഓൾറെഡി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോർ എനി സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് ഇഷ്യൂഡ് ബൈ RRB ഇൻ 2024-25. അതായത് 2024-ലോ 25-ലോ ഏതെങ്കിലും എന്താ എക്സാമിന് അപ്ലൈ ചെയ്തവരാണെങ്കിൽ, ഓൾറെഡി ചെയ്തവരാണെങ്കിൽ എന്താ ആ ഒരു OTR കംപ്ലീറ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ളവർക്ക് OTR ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യാത്ത, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എന്താ OTR ചെയ്യണം. സോ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയ എന്താ നമ്മുടെ നാഷണാലിറ്റി കൊടുക്കാം, ഇന്ത്യ ആണ്. പിന്നെ നമ്മുടെ നെയിം കൊടുക്കാം. ഓക്കെ, ഇനി റീടൈപ്പ് ഫുൾ നെയിം, അതായത് വീണ്ടും നമ്മൾ ചെയ്യാം. അതിനുശേഷം ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം, അതായത് നമ്മൾ നെയിം എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ക്ലിയർ? ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ കലണ്ടർ തരും, അപ്പൊ അവിടുന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതേപോലെ റീടൈപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഇപ്പുറത്തെ ഒരു കോളത്തിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ സ്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ എന്താ 22 ജൂലൈ, അതായത് 22/07 അങ്ങനെയൊക്കെ വന്നാൽ ഡയറക്റ്റ് ആയി 22/07 അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇയറും കൊടുക്കാം, എന്താ അത് അതേപോലെ കൊടുക്കാം. ക്ലിയർ? അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്ലാഷ് വന്നോളും. അടുത്തത് ജെൻഡർ സെലക്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫാദേഴ്സ് നെയിം സെലക്ട് ചെയ്യാം. അത് കൺഫേം ചെയ്യുക, എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്ന് കൺഫേം ചെയ്യുക. പിന്നെ മദേഴ്സ് നെയിം കൊടുക്കുക. ഓക്കെ, അതും നമ്മൾ കൺഫേം ചെയ്യാം. ക്ലിയർ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം. ഓക്കെ, നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും നമുക്ക് എന്താ RRB എക്സാം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും, അതായത് നമ്മുടെ എക്സാം ഹാൾ ടിക്കറ്റ് ഔട്ടായി, അപ്പൊ അങ്ങനെയുള്ള മെയിലൊക്കെ വരുന്നത് നമ്മുടെ ഈ മെയിൽ ID-യിലായിരിക്കും. അപ്പൊ ആ മെയിൽ ID നമ്മൾ ഇവിടെ കൊടുക്കുക. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കോളം കണ്ടല്ലോ, എന്താ ജനറേറ്റ് ഇമെയിൽ OTP. അതായത് നമ്മളിവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു, അപ്പൊ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ജനറേറ്റ് ഇമെയിൽ OTP എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു OTP വരും. ഓക്കെ, ആ OTP നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് വെരിഫൈ ആയി. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം.
സെയിം പ്രോസസ്സ് നമ്മൾ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ജനറേറ്റ് മൊബൈൽ OTP. നമ്മൾ നേരത്തെ ഇമെയിൽ OTP കൊടുത്തു, ഇനി മൊബൈൽ OTP കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അതും വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളെ മൊബൈൽ OTPയും കറക്റ്റ് ആയി, പിന്നെന്താ നമ്മുടെ മെയിൽ OTPയും കൺഫേം ചെയ്തു. അപ്പോൾ നമ്മൾ ഫോൺ നമ്പറും കൂടെ വെരിഫൈ ചെയ്ത ശേഷം ഇവിടെ നോക്കിയേ, വെരിഫൈ ത്രൂ ഡിജി ലോക്കർ, അതായത് നമ്മുടെ ID പ്രൂഫാണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെരിഫൈ ത്രൂ ആധാർ കാർഡ് ഉണ്ട്, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്കിതാ ഇവിടെ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ പറയും കാൻഡിഡേറ്റ് ആർ അഡ്വൈസ്ഡ് ടു ഡു ആധാർ വാലിഡേഷൻ ഫോർ സ്മൂത്ത് എൻട്രി. അതായത് നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്യും. അതായത് നമ്മളെ ഫോട്ടോ എടുക്കും, അതുപോലെ നമ്മളെ ഫിംഗർ പ്രിന്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആധാർ കാർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യാം. സോ എന്താ ഇവിടെ എന്ത് വരും, നമ്മുടെ ID പ്രൂഫ് കൊടുക്കാൻ വരും. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് കൊടുക്കാം, പാൻ കാർഡ് ആണെങ്കിൽ അത് കൊടുക്കാം, അതിന്റെ നമ്പേഴ്സ് ഒക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ സ്മൂത്ത് എൻട്രിക്ക് വേണ്ടി, അതായത് എക്സാം ഹാളിൽ നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ സ്മൂത്തായി നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആധാർ കാർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് അതായിരിക്കും ചെയ്യുന്നത് നല്ലത്. അപ്പോൾ വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പ്ലീസ് എൻ്റർ യുവർ ആധാർ കാർഡ് നമ്പർ. അപ്പൊ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം അതായത് ആധാർ കാർഡ് നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം താഴെ ഒരു ടിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടോ, ഐ കൺഫേം ദാറ്റ് ഐ ആം 18 years old ഓർ ഓൾഡർ. അതായത് നമ്മൾ 18 yearsന് ഓൾഡർ ആണെന്ന് കൺഫേം ചെയ്യുന്ന ഈ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യാം. അപ്പൊ ഇത് ടിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അതായത് നമ്മുടെ ഇമെയിൽ ID-യിലേക്ക്, അതായത് നമ്മുടെ ഡാറ്റയൊക്കെ യൂസ് ചെയ്യാൻ ഇവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് ആണുള്ളത്. അപ്പൊ അത് ടിക്ക് ചെയ്യാം. ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജനറേറ്റ് ആധാർ OTP. നമ്മൾ നേരത്തെ മൊബൈൽ നമ്പർ ഇമെയിൽ ID ഒക്കെ വെരിഫൈ ചെയ്ത പോലെ ആധാർ OTP കൂടെ വെരിഫൈ ചെയ്യാം. അപ്പോൾ ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്താൽ, അതായത് ജനറേറ്റ് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ടാവും. സോ ആ മെസ്സേജ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ എന്നുള്ള ഈ ബോക്സ് ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ട്, ആധാർ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ഇമേജ് ഒക്കെ ഇവിടെ വരും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇവിടെ നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്, അതുപോലെ എന്താ ആധാർ കാർഡിന്റെ പേര് വന്നിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. അപ്പൊ അതുപോലുള്ളൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? ഇനി സെയിം പാസ്വേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, കൺഫേം ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ബോക്സിൽ ടിക്ക് ചെയ്യുക, ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇനി എന്ത് ചെയ്യുക, പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. ഇനി അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഐ ആം റീചെക്ക്ഡ് ദ എബോ ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കനോട്ട് ബി മോഡിഫൈഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് വൺസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? അപ്പോൾ നമ്മളോട് ഇത് പ്രൊസീഡ് ചെയ്യണോ, അതായത് നമ്മളെ ഡീറ്റെയിൽസ് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വൺ ടൈം രജിസ്ട്രേഷനിൽ കൊടുത്ത ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യാം. സോ പ്രൊസീഡ്. സോ ദാ നമ്മുടെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ക്ലിയർ? അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ വിത്ത് ആധാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് ആധാർ കൊടുത്ത മൊബൈൽ നമ്പർ, ആധാറിന്റെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാറിലേക്ക് OTP വരും, ജസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും.
ഇങ്ങനെയാണ് നമ്മൾ OTR രജിസ്റ്റർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ആ രജിസ്ട്രേഷൻ അതായത് OTR വെച്ച് നമ്മൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ OTR കംപ്ലീറ്റ് ചെയ്യുക. ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഓരോ എക്സാമിനും അപ്ലൈ ചെയ്ത് തുടങ്ങാം.